അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ആടിൻ്റെയും അതുപോലെ പോത്തിൻ്റെയൊക്കെ ബ്രെയിൻ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ബ്രെയിൻ വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിലൊരു പാടയുണ്ട്. അപ്പോൾ ആട ഒലിച്ച് കളഞ്ഞിട്ട് വേണം നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലഡൊന്നും പോകില്ല. ഇതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ഞരമ്പുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ പാട മൊത്തം ഒലിച്ച് കളഞ്ഞതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലഡ് പോവാതെ നമുക്കത് ബുദ്ധിമുട്ടാവും, നമുക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടാവില്ല. ഇത് നല്ല ഒരു ടേസ്റ്റിയുമാണ്, നല്ല ഗുണകരമായിട്ടുള്ള ഫുഡാണ് കേട്ടോ. നമുക്ക് തലവേദനയൊക്കെ വരുന്നവർക്കും അതുപോലെ തലക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഫുഡാണെന്ന് കേൾക്കുന്നുണ്ട്. തലവേദനയുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഇത് വേവിക്കണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളവും അതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ചെറുതായിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചത് വേവിക്കണം. വേവിച്ച് വരുമ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചാണ് ഇരിക്കുക. അപ്പോൾ ഇത് ഉടച്ചിട്ട് വേണം ഇത് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട്. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇത് ഉടയ്ക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഉടച്ചുടച്ച് കൊടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യണത് വേവിച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പില അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, വെല്ലുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യണത്. സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആദ്യം നമ്മളിതൊക്കെ അരിഞ്ഞിട്ട് ഇതെല്ലാവരും കൂടെ വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേനും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും തമ്മിൽ ചതച്ച് പേസ്റ്റാക്കി വെച്ചത് ആഡ് ചെയ്യുക. ഇതൊന്ന് ഒരു നിറം മാറി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ബ്രെയിൻ ആഡ് ചെയ്തിട്ട് അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. സിമ്പിളായിട്ടുള്ള ഒരു കുക്കിങ്ങാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്, അതുപോലെ തന്നെ ഗുണവും സൂപ്പറാണ്. അതുപോലെ ഇതിന് മല്ലിപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി കുറച്ച് ഉണ്ടാവും. അപ്പോൾ ഇത് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും, കാരണം ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ അത് ചോറിന് തന്നെ കഴിക്കണമെന്നില്ല. അത് നമുക്കിങ്ങനെ പൂരിക്കോ അല്ലെങ്കിൽ വല്ല പത്തിരി ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു അടിപൊളി ഒരു ഡിഷാണ് കേട്ടോ. ഇത് കറിവേപ്പിലേക്ക് ഇട്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പിന്നെയും വാങ്ങാനുള്ള ടെൻഡൻസി വരും. അത്രയും ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ടേസ്റ്റി മാത്രമല്ല, നമുക്ക് ഗുണമുള്ള ഒരു ഫുഡും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.